Hello, dear students. So today we are going to start a new chapter. In the last chapter, we learned about a skeletal system and muscular system. Now, in this chapter, we are going to learn about yet another system, that is a nervous system. So, in the beginning of the last chapter, we learned what a nervous system is. Nervous system is a system that controls all the other organs in a, or the functioning of all the other organs in a body, right? All the other organ systems in our body is controlled by the nervous system. So, and this nervous system consists of our brain, spinal cord and nerves. So, we are going to learn in detail about each of these components of nervous system. So, today we are going to learn about the most amazing organ in our body, that is our brain. So you know that brain is very important, right? And it is very complex also. ഭയങ്കര കോംപ്ലെക്സും കൂടിയാണ് അല്ലേ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. എവറി ആക്ടിവിറ്റി ദാറ്റ് വി ഡു ഡിപ്പെൻഡ്സ് ഓൺ ആ ബ്രെയിൻ. The brain is controlling every activity that we are doing. Even if you are walking, you are writing, you are playing, you are doing anything, you are eating, anything that you are doing, you are seeing things, you are hearing things, you are talking, everything is controlled by the brain. And then you know that there are many things happening in our body that happens by itself, right? തന്നെത്താനെ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. Our heart is beating 24/7, right? Full time beat ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Our food is getting digested in our stomach, right? All the unwanted things are നമ്മുടെ ബോഡിയിൽ വേണ്ടാത്ത വേസ്റ്റ് ഒക്കെ പുറത്തോട്ട് പോകുന്നുണ്ട്. Our lungs is working. Everything is happening because of the brain. എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആരാണ്? brain. And you know that, so actually our brain is more smarter than a super computer. ഒരു സൂപ്പർ കമ്പ്യൂട്ടർ എങ്ങനെയാണോ അതിനേക്കാൾ സ്മാർട്ടാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുക. നമുക്ക് എന്ത് കാര്യം നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി, ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് കേട്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതുവരെ എന്ത് കാരണമാണ്? ബ്രെയിൻ കാരണമാണ്. ബ്രെയിൻ എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ, എന്തെങ്കിലും ഒരു സ്മെല്ല് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ, നിങ്ങളിങ്ങനെ വീട്ടിലോട്ട് കയറി വരുമ്പം നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യുക? ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ സ്മെല്ല് കേട്ടിട്ടാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അല്ലേ ബിരിയാണി ഉണ്ടാക്കുകയെന്ന്. അതെങ്ങനെയാണ് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക? കാരണം നമ്മുടെ ബ്രെയിനിന് അറിയാം ആ സ്മെല്ല് കേൾക്കുമ്പോൾ അത് ബിരിയാണി ആണെന്നല്ലേ. So like that, everything that our body do, the works of all the organ systems are controlled by the brain. ഇനി നിങ്ങളൊരു കാര്യം പഠിച്ചു, ആ കാര്യം നിങ്ങൾക്ക് ഓർത്തെടുക്കണമെങ്കിൽ, ഓർമ്മയിൽ വെക്കണമെങ്കിൽ, പരീക്ഷയ്ക്ക് നിങ്ങളത് ഓർത്തെടുത്തിട്ട് പഠിച്ച കാര്യങ്ങൾ അത് പേപ്പറിലോട്ട് എഴുതണമെങ്കിൽ everything is done by the brain. So the brain is, countless messages are sent between brain and our body. അതാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അതിന് ഈ ബ്രെയിൻ മാത്രം പോരാ, കൂടെ സ്പൈനൽ കോഡും നെർവ്സും കൂടി വേണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ബ്രെയിൻ. സോ ആൻഡ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാത്തൊരു ആക്ടിവിറ്റിയാണ് ബ്രെയിൻ്റെ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മുടെ ഹാർട്ട് ബീറ്റ് എപ്പോഴും വേണം അല്ല, എപ്പോഴും ഹാർട്ട് ബീറ്റ് ചെയ്യണം. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു മിനിറ്റത്തേക്കെങ്കിലും ഒന്ന് നിന്നു പോലത്തെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നെവർ സ്റ്റോപ്പായിട്ട് എന്ത് ചെയ്യണം? ബ്രെയിനും കൂടി വർക്ക് ചെയ്താലേ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുള്ളൂ. സോ വി ആർ ഗോയിങ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ബ്രെയിൻ. So you know that brain is present in the upper part of the body, inside the skull, right? Skullinte ഉള്ളിൽ upper പാർട്ടിലാണുള്ളത്. And it is a very spongy, soft organ and it is made up of water. Mostly എന്താണ്? വാട്ടർ ആണ് ബ്രെയിനിൻ്റെ component എന്ന് പറയുന്നത്. Also it is very soft and a spongy organ. And it is protected by a skull. You already know that it is made up of billions of nerve cells. Billions of nerve cells എന്ത് ചെയ്തിരിക്കുന്നു? തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന nerve cells കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഹാസ് മെനി ഫോൾഡ്സ് ആൻഡ് ഗ്രൂവ്സ്. അത് ഈ പിക്ചർ നോക്കി മനസ്സിലാവും. കുറേ ഫോൾഡുകൾ എല്ലാം എന്താ ഇങ്ങനെ കുറച്ചിങ്ങനെ മടങ്ങിയിരിക്കുന്നില്ലേ അതുപോലെ. സോ our brain has 3 main parts. എന്തൊക്കെയുണ്ട്? Cerebrum, the yellowish part is the cerebrum, then the bluish part is the cerebellum, and this long violet part is the medulla or the brainstem. Medulla, or it is also called brainstem. So which are the 3 parts? Cerebrum, cerebellum, medulla or brainstem. So together these 3 parts together forms a brain. So this is the picture of a nervous system. Here you can see your brain, your spinal cord and different nerves. So നോക്കിയാൽ തന്നെ അറിയാം ബോഡിയുടെ എല്ലാ ഭാഗത്തോട്ടും എന്ത് പോയിട്ടുണ്ട്? നെർവ്സ് പോയിട്ടുണ്ട്. സോ ഈ നെർവ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് വഴിയാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഫങ്ഷൻസ്,
ഈച്ച് ആൻഡ് എവറി ഫങ്ഷൻ നടക്കുന്ന ഇതാണ്, ഇത് കാരണമാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് എനി ഡാമേജ് ഹാപ്പൻ ടു എനി ഓഫ് ദീസ് പാർട്സ്? ഏതെങ്കിലും ഒരു പാർട്ടിൻ്റെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമായിരിക്കും? കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാവും അല്ലേ? ചില ആൾക്കാരെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ജസ്റ്റ് തലയ്ക്ക് ഒരു അടി കിട്ടിയതേ ഉള്ളൂ, ആൾ തളർന്ന് കിടപ്പിലായിപ്പോയി അല്ലേ, സ്ട്രോക്ക് വന്നു, തളർന്നു പോയി, കൈ അനക്കാൻ പറ്റില്ല, സംസാരശേഷി നഷ്ടപ്പെട്ടു, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, എല്ലാം എന്താ തലയ്ക്ക് പറ്റിയൊരു ഹിറ്റ്, ഒരു അടിയും കൊണ്ട്, ഒരു ആക്സിഡൻറ്റ് നടന്ന് തലയ്ക്ക് ഒരു ഇഞ്ചറി പറ്റിയതുകൊണ്ട്, ഹെഡ് ഇഞ്ചറി പറ്റിയതുകൊണ്ട്. സോ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറി ഹെഡ് ഇഞ്ചറിയാണ്. കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞാൽ എന്ത് പറ്റും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായി വരും. പക്ഷേ ഹെഡ് ഇഞ്ചറി വന്നിട്ട് ബ്രെയിനിനോ നെർവ്സിനോ ഒക്കെ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ എഫക്റ്റ് എനി പാർട്ട്, ഏത് പാർട്ടിനെ വേണമെങ്കിലും എഫക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മച്ച് ദ ബ്രെയിൻ ഹാസ് കൺട്രോൾ ഓവർ അവർ ബോഡി. Now we are going to learn about the different parts. First one is the cerebrum, and it is the largest portion of the brain, and it is called cerebrum, and it is made up of it consists of 85% of brain's weight. Brain inde 85% weight എന്തിനാണുള്ളത്? cerebrumത്തിനാണുള്ളത്. Cerebrum is the thinking part of our brain. We think using the cerebrum, and when we think hard we are using the cerebrum, and cerebrum is helping us to learn. It is the seat of our memory. We memorize things using the cerebrum, and it will store all the information that we need, and when we need it we can remember it and recall it. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മെമ്മറി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് ഓർത്തെടുക്കാനും പറ്റും. അതിനൊക്കെ സഹായിക്കുന്നത് എന്താണ്? സെറിബ്രമാണ്. സെറിബ്രമാണ് നമ്മുടെ വോളണ്ടറി മസിൽസിനെ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. വാട്ട് ഇസ് വോളണ്ടറി മസിൽസ്? നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. വോളണ്ടറി മസിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന മസിൽസിനെയാണ് എന്ത് പറയുന്നത്? വോളണ്ടറി മസിൽസ്. എക്സാമ്പിൾ നമ്മുടെ സ്കെൽറ്റൽ മസിൽസ് ആണ് വോളണ്ടറി മസിൽസ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുള്ള കുറച്ച് മസിൽസ് ഒക്കെയും നമ്മുടെ കയ്യിൽ കൊണ്ടുള്ള വർക്ക് ചെയ്യുന്ന ആ മസിൽസ് ഒക്കെയാണ് വോളണ്ടറി മസിൽസ്. ഇൻവോളണ്ടറി മസിൽസ് എന്താണ്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മസിൽസ് ആയിരുന്നു. ഇൻവോളണ്ടറി മസിൽസിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു ഹാർട്ടിൻ്റെ ചുറ്റുമുള്ള മസിലൊക്കെ അല്ലേ. അപ്പോൾ ഈ വോളണ്ടറി മസിൽസ് നമ്മുടെ ലെഗ്സിലെയും ഹാൻഡ്സിലേക്ക് മസിൽസിൻ്റെയൊക്കെ വർക്കിംഗ് കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? സെറിബ്രം ആണ്. അപ്പോൾ സെറിബ്രം വിചാരിച്ചാലേ നമുക്ക് നടക്കാനും എഴുതാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. യെസ്. സോ you cannot move your body without the cerebrum. So cerebrum is that much important. It helps in the movement of our body. Next we are going to learn at the next part, that is cerebellum. The small bluish part is the cerebellum. So this cerebellum is actually in the back of our സെറിബ്രം. നമ്മുടെ സെറിബ്രത്തിൻ്റെ പുറകിലായിട്ടാണ് എന്തുള്ളത്? സെറിബെല്ലം ഉള്ളത്. സെറിബ്രത്തിനേക്കാളും ചെറുതാണ് സെറിബ്രം, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, ആൻഡ് ഇറ്റ് കൺട്രോൾസ് ദി ബാലൻസ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി. നമ്മുടെ ബോഡി ബാലൻസും മൂവ്മെൻറ്റും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സെറിബെല്ലം ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് കോർഡിനേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് മസിൽസ്. മസിൽസിൻ്റെ വർക്കിംഗ് കോർഡിനേറ്റ് ചെയ്യുന്നതും ആരാണ്? ഈ സെറിബെല്ലമാണ്. ആൻഡ് നമുക്ക് എന്ത് ചെയ്യണം? അപ്രൈറ്റ് ആയിട്ട് നേരെ നിന്ന് നമ്മുടെ ബോഡിക്ക് ബാലൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നിട്ട് നന്നായി വൃത്തിയായിട്ട് നമ്മൾ മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ സെറിബെല്ലം കൊണ്ടാണ്. നെക്സ്റ്റ് വൺ ഇസ് ദ മെഡുല ഓർ ബ്രെയിൻ സ്റ്റെം. ദ മെഡുല ഇസ് ഇൻ ദ ബേസ് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് എന്തുള്ളത്? മെഡുല എന്ന് പറയുന്ന വയലറ്റ് പോർഷൻ ഉള്ളത്. ഇറ്റ് കണക്ട്സ് ദ ബ്രെയിൻ വിത്ത് സ്പൈനൽ കോഡ്. ബ്രെയിനും സ്പൈനൽ കോഡും കൂടി കണക്ട് ചെയ്യുന്നതാണ് എന്ത്? ഈ മെഡുല എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം, ബ്രെയിനും സ്പൈനൽ കോഡും കൂടിയുള്ള കണക്ഷൻ, അതിൻ്റെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? ഈ മെഡുല എന്ന് പറയുന്ന ഭാഗം. മെഡുല കണക്ട്സ് ദി ബ്രെയിൻ ടു ദി സ്പൈനൽ കോഡ്. ഇറ്റ് കൺട്രോൾസ് ദി ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ബോഡി ടു ദി റെസ്റ്റ് ഓഫ് ദി ബ്രെയിൻ ടു ദി റെസ്റ്റ് ഓഫ് ദി ബോഡി. ബ്രെയിനിൽ നിന്ന് ബാക്കി ബോഡിയിലുള്ള എല്ലാ ഭാഗത്തേക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ഈ മെഡുലയാണ്. ഇറ്റ് ഓൾസോ കൺട്രോൾസ് ദി ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഡൈജഷൻ ഓഫ് ഫുഡ്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മെഡുല. എന്തൊക്കെയാണ് ഈ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് വെച്ചാൽ തന്നെത്താനെ നടക്കുന്നത്, നമ്മൾക്ക് കൺട്രോൾ ഇല്ലാത്ത ആക്ഷൻസ് ആണ് എന്ത്? ഇൻവോളണ്ടറി ആക്ഷൻസ്. വിച്ച് ആർ ദി ഇൻവോളണ്ടറി ആക്ഷൻസ്? ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, അതായത് ബ്ലഡ് ബോഡിയിൽ മൊത്തത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന അല്ലേ, ഹാർട്ടിൽ കൂടി പാസ് ചെയ്തു പോകും, ലങ്സിൽ കൂടി പാസ് ചെയ്തു, അതൊക്കെ നിങ്ങളിപ്പോൾ പഠിക്കും. ആൻഡ് ഓൾസോ ദ ഡൈജഷൻ ഓഫ് ഫുഡിൻ്റെ ഡൈജഷനൊക്കെ സഹായിക്കുന്ന ഏതാണ്? ഈ മെഡുല എന്ന് പറഞ്ഞ പാർട്ടാണ്. സോ ഇൻ ദിസ് ടുഡേയ്സ് ക്ലാസ് വി ലേൺഡ് അബൌട്ട് ബ്രെയിൻ ആൻഡ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ, ആൻഡ് ദാറ്റ് വാസ് സെറിബ്രം, സെറിബെല്ലം ആൻഡ്
medulla. And also the left side of our brain is controlling the right side of our body, and the right side of the brain is controlling the left side of our body. നമ്മുടെ ബ്രെയിനിന് രണ്ട് പാർട്സ് ഉണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയർ എന്നാണ് പറയുക. ആ വേർഡ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡിലുള്ള എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡാണ് നമ്മുടെ ബോഡിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത്. So hope all of you understood it. If you didn't understand this, please see this video once more, and also read the textbook, this portion of the textbook 2 or 3 times. Okay, thank you. Have a nice day.